ഹായ്. ഇപ്പോൾ ഇന്നൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ശ്രീലങ്കയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് ബസ്സിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ചെന്നൈയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത് ശ്രീലങ്കയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇനി അവിടെ ടോൾ പ്ലാസ പാലിയക്കര ടോൾ പ്ലാസയിലുള്ളത് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ എനിക്കിവിടെ സ്റ്റോപ്പ് കിട്ടിയിട്ടുള്ളത് ചെന്നൈക്കുള്ളത്. ഇപ്പോൾ ഇന്ന് 26 നവംബർ രാത്രി 9:30 രാവിലെ. പിറ്റേ ദിവസം 27 രാവിലെ 8:30 ചെന്നൈയിലെത്തുക. ഉച്ചയ്ക്ക് ശേഷമായിട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശ്രീലങ്കയ്ക്കുള്ള യാത്രയിലേക്ക് സ്വാഗതം. ഹലോ, ഇപ്പോൾ ചെന്നൈ എയർപോർട്ടിലുള്ളത്. അപ്പോൾ അതിനിടെ ചെറിയൊരു എനിക്കിപ്പോൾ ബോർഡിങ് കിട്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് കൂടെ നിന്നായിരുന്നു, അവന് പാസ്പോർട്ട് മറന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവന് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് 11:10 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ പാർസൽ വഴി കാർഗോ വഴി അയച്ചിട്ട് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവനവിടെ വെയിറ്റിംഗാണ്. ഇപ്പോൾ ടൈം ഏകദേശം ഉച്ച ടൈമായിട്ടുണ്ട്. ഒരു 12:50 ആയിട്ടുണ്ട്. പിന്നെ ആൾ കിട്ടിയിട്ട് 1:40 ഇതിനകത്ത് കയറണം. എന്നാലാണ് ആൾക്ക് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എത്താൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ കൂടുതൽ ചാൻസ് ഉള്ള ഇനിയിപ്പോൾ 7 മണിക്ക് രാത്രി ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് റീഷെഡ്യൂൾ ചെയ്യാനാണ് ഇനി ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അതുവരെ ആളവിടെ എത്തുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാനവിടെ 4 മണിയാകുമ്പോൾ ശ്രീലങ്കയിലെത്തും. എന്തായാലും അവിടെ എത്തിയിട്ടിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. പിന്നെ ഇപ്പോൾ വിളിച്ചായിരുന്നു. അതൊക്കെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഇനിയിപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. അവനിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഒരുമിച്ച് ഈ ഫ്ലൈറ്റ് തന്നെ പോകാൻ കഴിയും. പറഞ്ഞാൽ വരണി. അങ്ങനെ പാസ്പോർട്ട് ഇല്ലാത്തത് കാരണം ഫ്ലൈറ്റ് മിസ്സാവുമല്ലോ, അങ്ങനെ യാത്ര മുടങ്ങുമല്ലോ എന്ന് വിചാരിച്ച സാഹചര്യത്തിൽ നിന്ന് പാസ്പോർട്ടും തിരിച്ചു കിട്ടി ഞങ്ങൾ യാത്ര തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ പാസ്പോർട്ട് മറന്നേക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ് കേട്ടോ. പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സാഹചര്യം എങ്ങനെ തരണം ചെയ്തു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാസ്പോർട്ട് മറന്നു വെച്ച ഒരു സാഹചര്യം പറയാം. അപ്പോൾ നമ്മൾ കൂടെയുള്ള ഫ്രണ്ട് അവൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ച സമയത്ത് ചെറിയൊരു പൗച്ചിലാക്കിയിട്ട് പാസ്പോർട്ട് വെച്ചിരുന്നു. അപ്പോൾ ബാഗ് ഒതുക്കുന്നതിൻ്റെ ഇടയിൽ കട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചു. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ചെന്നൈയിലെത്തിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ, ഊബറിൽ. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചെന്നൈയിലുള്ള ഒരു വ്യക്തിനെ പരിചയപ്പെട്ടായിരുന്നു. ശക്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവരും ആ ഒരു എയർപോർട്ട് റൂട്ടിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ കൂടി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു സംഭവം ഓർമ്മ വരുന്നത്. പാസ്പോർട്ട് മറന്നു വെച്ചു എന്നുള്ള കാര്യം. കൂടെ കയറിയ ഒരു വ്യക്തിയാണ് കേട്ടോ പാസ്പോർട്ട് എങ്ങനെ ചെന്നൈയിൽ എത്തിക്കാന്നുള്ള ഐഡിയ പറഞ്ഞു തന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരുന്നു. അപ്പോൾ അതിന് പ്രീവിയസ് ആയിട്ട് ഏത് ഫ്ലൈറ്റ് ഉണ്ടോ നോക്കിയിട്ട് അതിൽ പാർസൽ വഴി അയക്കാമെന്നാണ് ഈ ഒരു വ്യക്തി പറഞ്ഞു തന്നത്. അപ്പോൾ നോക്കിയപ്പോൾ രാവിലെ 11:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്.
അപ്പോൾ അതൊരു 10 മണിക്ക് മുന്നേ ആയിട്ടെങ്കിലും കൊച്ചിയിലെത്തിച്ച് അവിടുന്ന് പാർസൽ വരെ അയച്ചു കഴിഞ്ഞാൽ ചെന്നൈയിൽ എത്തിക്കാമെന്ന് മനസ്സിലായി. ഞങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻഡിഗോയുടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഇൻഡിഗോയുടെ ഓഫീസിൽ ചെന്നിട്ട് ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ പ്രീവിയസ് ആയിട്ട് വരുന്ന ഫ്ലൈറ്റും ഇൻഡിഗോയുടെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഈ പാസ്പോർട്ട് എത്തിച്ചു തന്നത്. അപ്പം ഞങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ പാസ്പോർട്ട് എത്തിച്ചു തന്ന്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് എല്ലാം ഓൺ ടൈം ആയിരുന്നു. ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത ഇൻഡിഗോക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഈ യാത്രക്കുള്ള ശേഷമായിരുന്നു കേട്ടോ ഈ ഒരു ഇൻഡിഗോയുടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നത്. പലർക്കും അറിയുന്നു കരുതുന്നു. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. to Colombo, not here. Thank you, bye. Bye bye, thank you. ശ്രീലങ്ക അങ്ങനെ അവിടെ എത്തി. പാസ്പോർട്ട് എടുക്കാൻ മറന്ന മഹാൻ. ഇനി ഒരു സിം കാർഡ് എടുക്കണം, റൂമിൻ്റെ കാര്യം നോക്കണം, ഫുഡ് കഴിക്കണം, ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണം. ആദ്യം കൺവേർട്ട് ആക്കണം. ഇന്ത്യൻ മണി ₹1 ഇവിടുത്തെ 3.25 രൂപ വരുന്നത്. പിന്നെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. കൊളംബോ എയർപോർട്ടല്ലേ? രണ്ട് എയർപോർട്ടിനുള്ളിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്താണ് കേട്ടോ. 1730 രൂപ ചെയ്തപ്പോൾ INR-ന് 3.19 റുപ്പീസ് വെച്ചിട്ട്, അല്ല ഇവിടുത്തെ റുപ്പീസ് വെച്ചിട്ട് കിട്ടി. 5500 520 ഇവിടുത്തെ കറൻസികളൊന്നും കാണാം. 20 നോട്ട് രാജാവ് കണ്ടത് 500 നോട്ട്, 1000 നോട്ട്. ഏത് രാജാവാണോ? സിമ്മിന് ഇവിടുന്ന് പറ്റില്ല. എത്ര വരും? അതിനെങ്ങനെ കൊടുക്കും? അവിടെ ചെക്ക് ചെയ്യണ്ടേ? ഡയലോഗ് 4G എയർടെലിൻ്റെ കൊളാബറേറ്റുള്ള സിമ്മാണ്. 1400 രൂപ ഇവിടുത്തെ ശ്രീലങ്കൻ റുപ്പീസ്. ഇവിടെ നല്ല മഴയുണ്ട്. ശ്രീലങ്കൻ മഴ, അവിടെ ശ്രീലങ്കൻ മഴ കൊള്ളാം.
എത്ര ഇനി ശ്രീലങ്കൻ വെള്ളം 100 നാട്ടിലപ്പോൾ 20-25 രൂപ അല്ലേ നാട്ടിൽ? 30 എന്തൊക്കെ ഉണ്ട്. 250 yen ഇവിടുത്തെ പ്രൈസ്. 600 ഇവിടെ ഫുഡ് അതാ ഉണ്ടാക്കണേ. കോഫി തരാം. How much for coffee? Ah. 120. മഴ നാട്ടിലത്തെ മഴ പോരാണ്ട് ഇപ്പോൾ ശ്രീലങ്കത്തെ മഴ കൊള്ളാൻ വേണ്ടി വന്ന പോലെ നല്ല കഥ. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത യാത്രയാണ് കേട്ടോ. ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളൊരു സുഹൃത്ത് ഇവിടെ സ്കൂബ ഡൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഹിക്കഡുവ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. അത് ഈ ഒരു എയർപോർട്ടിൽ നിന്ന് ഏകദേശം 5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അപ്പോൾ ബസ്സെല്ലാം മാറിക്കയറി പോകാമെന്ന് വിചാരിച്ചാലും ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ നല്ല വൈകിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തൊരു റൂം എടുത്തിട്ട് അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം സ്ഥലങ്ങളൊക്കെ അടുത്തുള്ളത് കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്യാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശ്രീലങ്കയിൽ മേക്ക് മൈ ട്രിപ്പ് പോലുള്ള വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിലാണ് അടുത്തുള്ള റൂമുകൾ ഏതൊക്കെയുണ്ടോ അതുപോലെ തന്നെ ഹോസ്റ്റലുകളൊക്കെ അവൈലബിൾ ആണോ, അതിൻ്റെ റേറ്റ് എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തത്. അതുപോലെ ഊബർ പോലുള്ള ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ് കേട്ടോ. ഊബറും അവൈലബിൾ ആണ്, പക്ഷെ കൂടുതലും യൂസ് ചെയ്യുന്നത് പിക്മി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തത്. അപ്പോൾ ഏകദേശം നമുക്ക് ഓട്ടോ ചാർജൊക്കെ എത്ര വരുന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടും. ഞങ്ങൾ ഈ ആപ്പിൽ ബുക്ക് ചെയ്തിട്ടും ഓട്ടോറിക്ഷ അതുവരെ വന്നില്ല. കാരണം നല്ല രീതിക്ക് മഴയെല്ലാം പെയ്തുകൊണ്ട് തന്നെ ഒരു വണ്ടിയും വരാൻ തയ്യാറായില്ല. അപ്പോൾ ഞങ്ങളെ ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു വണ്ടി പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ കുറേ ഓട്ടോറിക്ഷക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷക്കാരെ കൈ കാണിച്ചു. അപ്പോൾ അവർ നിർത്തിയ ഉടനെ അവർ പറഞ്ഞു 900 രൂപ തരണമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 900 തരാൻ പറ്റില്ല, 400 രൂപ മാക്സിമം തരാമെന്ന്. അപ്പോൾ അങ്ങനെ വീണ്ടും പറഞ്ഞു 700 രൂപ തരാമെന്ന്. അങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ട് അവസാനം 500 രൂപ വരെ എത്തിച്ചിട്ട് ഞങ്ങൾ ഡീൽ പറഞ്ഞു. കാരണം ആ ഒരു സമയത്ത് മഴയെല്ലാം പെയ്തിട്ട് റോഡെല്ലാം വെള്ളം നിറഞ്ഞുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സൈക്ലോൺ വിഷയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് വെള്ളം ഉണ്ടായിരുന്നു. മഴ കൊണ്ട് തന്നെ ഞങ്ങൾ നനഞ്ഞ് കുതിർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു കിട്ടിയ വണ്ടിക്ക് ഞങ്ങൾ പോയി. അത് 500 എന്ന് പറയുന്നത് LKR ആണ് കേട്ടോ. ശ്രീലങ്കയിലെ LKR എന്നുള്ള പണി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ 1 റുപ്പി എന്ന് പറയുന്നത് അവിടെ ആ സമയത്ത് ശ്രീലങ്കയത്തെ 3.44 LKR ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ഓട്ടോറിക്ഷ ഈ ശ്രീലങ്കയിൽ വിളിക്കുന്നത് ടുക് ടുക് എന്നാണ് കേട്ടോ. റൂം നോക്കി പോയിട്ട് ഞങ്ങളൊരു വിജനമായിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ ഈ ഓട്ടോറിക്ഷ എത്തിയത്. അങ്ങനെ ഓട്ടോറിക്ഷനെ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു റൂമൊക്കെ അന്വേഷിച്ച് നടക്കുക. ഞങ്ങൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ, ഇവരായിട്ട് ബാർഗെയിൻ ചെയ്യുന്നതും. അപ്പോൾ ഇവർ ചെന്ന ഉടനെ 4500 രൂപയാണ് അവർ ആദ്യം പറഞ്ഞത്. അങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ട് അവസാനം 3000 വരെ എത്തിച്ചു. അങ്ങനെയാണ് ഈ ഒരു റൂം കിട്ടിയത്. 3000 എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലത്തെ ഒരു 900-800 രൂപ സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസിന് ഓർത്തായിട്ടാണ് തോന്നിയത്. അങ്ങനെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്നത്. ഓൺലൈനിൽ നോക്കുന്നതിനെക്കാട്ടിയും റേറ്റ് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. സംസാരിച്ചിട്ട് അത് ആൾക്കാരൊക്കെ നമ്മളെ നാട്ടിലത്തെ സ്ഥലമൊക്കെ കണ്ടില്ലേ, നാട്ടിൽ നിന്ന് പോകുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലത്തെ എല്ലാ ചെളിയുണ്ട്, ചെടികളുണ്ട്. തന്നെ അതാ നമ്മുടെ നാട്ടിലുള്ള ഇത് മാവ് എന്ത് ചെടിയാണോ. മോർണിംഗ് നോക്കാം, എന്തായാലും ഒന്ന് കറങ്ങാം. മാറ്റിയുള്ള ചെടികളൊക്കെ തന്നെയാണ്.